സന്ദീപ്, ഇപ്പോൾ ഈ അന്വേഷണം എത്ര മുകളിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്? കടകംപള്ളി ഇന്നിപ്പോൾ എൻ വാസുവിനെ ന്യായീകരിച്ചു പ്രതികരിക്കുകയാണ്. കടകംപള്ളിയെ സംശയിക്കുന്നുണ്ടോ കോൺഗ്രസ്? നേരത്തെ ഈ പോറ്റിയുമായി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോകളടക്കം പുറത്തു വന്നാണ്. അത് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. പരിചയമുള്ള അല്ലെങ്കിൽ പലർക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിട്ടല്ല, ഒരു ആലോചന ഒരുമിച്ചിരുന്ന് നടത്തുന്നതായിട്ടുള്ള ഫോട്ടോയാണ് പുറത്തു വന്നത്. നമുക്കറിയില്ല ആ ബന്ധം എങ്ങനെയാണെന്ന്. പക്ഷേ പോറ്റി പ്രമുഖരുമായി ബന്ധം പുലർത്താൻ ശ്രദ്ധ കാണിച്ചിരുന്ന ഒരാളാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ അന്വേഷണം എവിടെ വരെ എത്തി നിൽക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്? സ്മൃതി, ഇതിൽ CPM-ന്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളിൽ ചില കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ അബദ്ധങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഒന്ന് ഇടപെട്ട് സൂചിപ്പിച്ചത്. ഞാൻ വാസ്തവത്തിൽ വിചാരിച്ചത് അദ്ദേഹം ഈ വാസുവിനെ ന്യായീകരിക്കുന്നതിൽ നിന്ന് CPM വിട്ടു നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഇതിൻ്റെ നേരിട്ടുള്ള ആഘാതം ഏൽക്കാൻ പോകുന്നത് CPM-നാണ്. പക്ഷേ ഇവിടെ വാസുവിനെ ന്യായീകരിക്കാൻ വേണ്ടി CPM നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല മാധ്യമങ്ങളിലും ഞാനും CPM-ന്റെ പ്രതിനിധിയും ചർച്ചയ്ക്കിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇതിൽ ആര് തെറ്റ് ചെയ്താലും പാർട്ടി ഒരിക്കലും ന്യായീകരിക്കാൻ നിൽക്കില്ല എന്നുള്ളതായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വാസു അറസ്റ്റിലായതോടുകൂടി നിലപാട് മാറ്റുകയും വാസു നിഷ്കളങ്കനും വളരെ പാവപ്പെട്ടവനും നിരപരാധിയുമാണെന്ന് ഈ അന്വേഷണം കഴിയുന്നതിന് മുമ്പ് തന്നെ CPM വിധി എഴുതുകയാണ്. CPM തീർപ്പ് കൽപ്പിക്കുകയാണ്. അതായത് വാസു ഒരു കാരണവശാലും വാസു ഈ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് CPM-ന് ആഗ്രഹമുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളയാളാണ്, മുഖ്യമന്ത്രി വിധേയനാണ്, മുഖ്യമന്ത്രിയുമായി വളരെ ചേർന്ന് നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നത്. ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ സ്ഥാനത്ത് നേരെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ കഴിയണമെങ്കിൽ അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ ആരോപണം മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. ആചാരലംഘനത്തിനുൾപ്പെടെ വാസു നൽകിയിട്ടുള്ള പിന്തുണയും വാസു നൽകിയിട്ടുള്ള പ്രോത്സാഹനവും ഒക്കെ ശ്രീ രാഹുൽ ഈശ്വറും ഇവിടെ തുറന്നു പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിനെ സാധൂകരിക്കുന്നതാണ് ഇവിടെ CPM-ന്റെ നേതാവ് നടത്തിയുള്ള ആർഗ്യുമെൻറ്റ്. അദ്ദേഹം അതിനിടയിൽ അബദ്ധത്തിൽ പറഞ്ഞു പോയൊരു കാര്യം, മുഖ്യമന്ത്രി എല്ലാ അപ്പോയിൻമെൻറ്റൊന്നും അറിയണമെന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വാസുവിൻ്റെ അപ്പോയിൻമെൻറ്റ് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അതല്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ടുള്ള പരാജയമാണെന്ന്, അദ്ദേഹത്തിന്റെ ഭരണ പരാജയമാണെന്ന് ജയകുമാറിന്റെ നിയമനം അങ്ങനെയാണല്ലോ. പാർട്ടി ആലോചിക്കുന്നു, പാർട്ടി തീരുമാനം എടുക്കുന്നു, എന്നിട്ട് മുഖ്യമന്ത്രി പറയുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. സ്മൃതി പ്ലീസ് വൺ സെക്കൻഡ്. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? മുഖ്യമന്ത്രി അറിയാതെ നിയമനം നടത്തി നീ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങ് റിവൈൻഡ് ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. മുഖ്യമന്ത്രി അറിയാതെ നിയമനം നടത്തിയെന്ന് ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. വിധേയത്വം എന്ന വാക്കാണ് അദ്ദേഹം എതിർത്തത്. അതെ 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 സ്മൃതി, ഈ ചർച്ചയിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു പദം, സർക്കാർ നടക്കുന്ന എല്ലാ നിയമനങ്ങളും മുഖ്യമന്ത്രി അറിയണമെന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് എന്തിനാ അദ്ദേഹം പറഞ്ഞത്? ഈ വാസുവുമായിട്ട് മുഖ്യമന്ത്രിക്ക് വിധേയത്വമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിധേയനല്ല എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പ്രയോഗം. അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കേണ്ടി വന്നത്, വാസുവിൻ്റെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ഇപ്പോൾ വിധേയത്വത്തിൻ്റെ കാര്യത്തിലല്ല, മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ് എല്ലാ നിയമനവും നടക്കാൻ പാടുള്ളൂ. അതാണ് നിയമം. അദ്ദേഹത്തിനാണ് അക്കൗണ്ടബിലിറ്റി ഉള്ളത്. ഫൈനൽ അക്കൗണ്ടബിലിറ്റി മുഖ്യമന്ത്രിയുടെ ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റിങ്ങുകൾ നടക്കുന്ന നിയമനങ്ങളിൽ മുഖ്യമന്ത്രി അറിയാത്തവർ, മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമില്ലാത്തവരെ നിയമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഒരു അറിവുമില്ലാത്തവർ സർക്കാരുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് വലിയ ഭരണപരാജയമല്ലേ? നിങ്ങൾ റിവൈൻഡ് ചെയ്ത് പരിശോധിക്കൂ. അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഈ സർക്കാരിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരിചയവുമില്ലാത്തവർ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് മുഖ്യമന്ത്രി ഇൻഎഫിഷ്യൻസിയാണ്, ഭരണപരാജയമാണ്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. മുഖ്യമന്ത്രിയാണ് അൾട്ടിമേറ്റ് അക്കൗണ്ടബിലിറ്റി മുഖ്യമന്ത്രിയുടേതാണ്. അത് മാത്രമല്ല, അത് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആർഗ്യുമെന്റ് ആണ്. ട്രസ്റ്റ് ആൻഡ് ഓവർസൈറ്റ് ഫെയിലിയർ എന്ന് പറയും. വിശ്വാസ്യതയും ജാഗ്രതയും അല്ലല്ല മുഖ്യമന്ത്രി. ഹലോ, നിങ്ങൾ താങ്കൾ പറഞ്ഞതെന്നാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് ഒരു പരിചയമില്ലാത്തവർ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു. ഒന്നുമില്ല, അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ പറയാത്ത കാര്യം എന്റെ പേരിൽ വെച്ച് അങ്ങ് പറഞ്ഞതാണ് ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങയുടെ വാചകങ്ങളാണ് ഞാൻ കോട്ട് ചെയ്തത്. ഞാൻ ചോദ്യം ചെയ്തത് അങ്ങയുടെ വാചകങ്ങൾ അങ്ങ് പറഞ്ഞു. അല്ലല്ല, അങ്ങയുടെ വാചകങ്ങളാണ് ഞാൻ കോട്ട് ചെയ്തത്. അങ്ങക്ക് ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെ പറയാം. കാരണം ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ AKG സെന്ററിലെ ആളുകൾ ഈ ചർച്ച കഴിഞ്ഞാൽ അങ്ങേ ഇത് സംബന്ധിച്ച് ഫയർ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എനക്കറിയില്ല എന്ന് പറഞ്ഞു പോയാൽ എനിക്കറിയാത്ത കാര്യമാണ് ഈ വാസുവിന്റെ നിയമനം എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഞാൻ പറഞ്ഞത് അങ്ങനെ മുഖ്യമന്ത്രിക്ക് കണ്ണൂർ ശൈലിയിൽ എനക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഈ കാര്യത്തിൽ ഈ നടന്ന സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടേതാണ്, മന്ത്രിസഭയുടേതാണ്, ദേവസ്വം മന്ത്രിമാരുടേതാണ്. ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട. അതുകൊണ്ടാണ് ദേവസ്വം മന്ത്രിമാരിലേക്ക്, കടകംപള്ളി അടക്കമുള്ളവരിലേക്ക് ഈ അന്വേഷണം എത്തേണ്ടി വരുന്നത്. ഈ അന്വേഷണം യഥാർത്ഥ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഞാൻ ചോദിക്കട്ടെ, വാസുവോ പത്മകുമാറോ അതല്ലെങ്കിൽ പ്രശാന്തോ സർക്കാരിന്റെ അനുമതിയില്ലാതെ, ഞാൻ പറയട്ടെ അദ്ദേഹം പറയട്ടെ അത് നടക്കുമോ നടക്കില്ലയോ എന്ന് കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലാവും. സി പി എമ്മിന്റെ നേതൃത്വം അറിയാതെ വാസുവോ അതല്ലെങ്കിൽ പ്രശാന്തോ പത്മകുമാറോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവതാരവുമായി ചേർന്നുകൊണ്ട് സ്വർണ്ണപ്പാളി മോഷണം നടത്തി എന്നാണോ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്? ഇപ്പൊ അദ്ദേഹം പറയുന്നു വാസു നിഷ്കളങ്കനാണ്, നിരപരാധിയാണെന്നൊക്കെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വാസു എടുത്ത ഓരോ ഡിസിഷനും സി പി എമ്മിന്റെ താല്പര്യം ഉണ്ടായിരുന്നു. വാസു എടുത്ത ഓരോ ഡിസിഷനിലും സി പി എം താല്പര്യം പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു. സി പി എമ്മുകാരനായിട്ടുള്ള സി പി എമ്മിന്റെ താല്പര്യപ്രകാരം ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വാസു എടുത്ത തീരുമാനം സി പി എം അറിയാതെ പോയി എന്ന് അങ്ങനെ പറയും. വാസു എടുത്ത തീരുമാനം ഏതാ? സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളി എന്നെഴുതി. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഈ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണെന്നുള്ള വ്യാജമായിട്ടുള്ള രേഖയുണ്ടാക്കിയത് വാസു അല്ലേ? അതിന്റെ ഉത്തരവാദിത്വം ഇനി നിങ്ങൾക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുക? താങ്കൾ ഇനിയിപ്പോ മയിലെണ്ണ പുരട്ടി തടവിയാൽ പോലും എത്ര മെയ്വഴക്കം കാണിച്ചാലും താങ്കൾ പറഞ്ഞ അബദ്ധത്തിൽ നിന്ന് ഇനി ഊരിപ്പോരാൻ കഴിയില്ല. ശരി സന്ദീപ്, എന്റെ ചോദ്യത്തിനുള്ള മറുപടി കൂടി നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിവുകെട്ടവനാണ്, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടവനാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.